കേരളത്തിലെ ലഹരി ഉപയോഗം പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന ഒന്നല്ല എന്നും പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിരിക്കുകയാണ് മന്ത്രി എം വി രാജേഷ്. പോലീസും എക്സൈസും അല്ലാതെ വേറെ ആരാ ഇത് തടയണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ, അതായത് പഞ്ചാബിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കൂടുതലാണ് ക്രൈം റേറ്റ്. അവരെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല, പിടിക്കുന്നില്ല. പക്ഷെ നമ്മുടെ പോലീസ് പിടിക്കുന്നുണ്ട്. ആരെ പിടിക്കുന്നുണ്ട്? 5ഉം 10ഉം പൊതികൾ കൈവശം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പിള്ളേരെ പിടിക്കുന്നുണ്ട്. അല്ലാതെ ആരെയാ പിടിക്കുന്നത്? ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് ഇതിന്റെ പുറകിലുള്ള വലിയ മാഫിയ? അതിനെ പിടിക്കാനായിട്ട്, അവരെ പിടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിയുടെ ബാക്കി സംവിധാനങ്ങൾക്കോ പറ്റുന്നുണ്ടോ? ആ കഴിവുകേട് മറച്ചു വെക്കാൻ നിങ്ങൾ എന്തിനാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് ഇങ്ങനെ താരതമ്യം ചെയ്ത് ഞങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ സത്യത്തിൽ? മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്ന സാധനം ഇന്നലെ ഈ നാട്ടിൽ ഉണ്ടായി വന്ന സാധനം ഒന്നുമല്ല. വർഷങ്ങളായിട്ട് ഇത് ഇവിടെ നിലവിലുണ്ട്. സിന്തറ്റിക് ലഹരികൾ പുതിയത് ആൾക്കാർ കേൾക്കുന്നു എന്നുള്ളത് മാത്രം. കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങൾ അത് കൈകാര്യം ചെയ്തു പോയത് കൊണ്ടാണ് വലിയ വിപത്തിലേക്ക് വന്ന് അവസാനിക്കാതെ കൺട്രോൾഡ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കഴിവില്ല, അത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ആഭ്യന്തരമന്ത്രിയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ആഭ്യന്തര ഉത്തരം പറയുന്നതാണ്. അത് പറയാൻ ഇനി വേറെ ആരെങ്കിലും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടോ? അതോ അദ്ദേഹത്തിന് തന്നെ അറിയില്ലേ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന്? പറ്റില്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവുക. കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നിയന്ത്രിക്കാനായിട്ട്. ഇങ്ങനെ വന്ന് ന്യായം പറയാൻ ഉളുപ്പില്ലേ നിങ്ങൾക്കൊക്കെ?